ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. വരവൂർ ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ചേലക്കര MLA UR പ്രദീപ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പാർപ്പിടം, കൃഷി, തൊഴിൽ, ഗ്രാമവികസനം, യുവജനക്ഷേമം, ആരോഗ്യം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന വരവൂർ ഗ്രാമപഞ്ചായത്തിലെ 2025-26 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാറാണ് സംഘടിപ്പിച്ചത്. വികസന സെമിനാറിന് മുന്നോടിയായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേരുകയും ലഭ്യമായ നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്തിലെ 14 ഗ്രാമസഭാ യോഗങ്ങളിൽ അവതരിപ്പിച്ച് അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് കരട് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. പാർപ്പിടം, കൃഷി, പട്ടികജാതി പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം, വാട്ടർ ടാങ്ക്, വൃദ്ധർക്ക് കട്ടിൽ, വിദ്യാർത്ഥികൾക്ക് മേശ, കസേര, ലാപ്ടോപ്പ്, ലൈഫ് ഭവന നിർമ്മാണ പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കൽ, വീട് വാസയോഗ്യമാക്കൽ എന്നിവയും കരട് പദ്ധതിയിൽ ഇടം നേടി. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, വെറ്ററിനറി ആശുപത്രികൾ, അംഗനവാടികൾ എന്നിവയ്ക്ക് സഹായം, ആട്, കോഴി, പോത്ത്, പശു എന്നിവയുടെ വിതരണം, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന വിവ പദ്ധതി, ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം, കുടിവെള്ള പദ്ധതികൾ, പുതിയ കുഴൽക്കിണർ നിർമ്മാണം എന്നിവയും കരട് പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സെമിനാർ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിതയുടെ അധ്യക്ഷതയിൽ ചേലക്കര MLA UR പ്രദീപ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പൊതുവെ ഗ്രാമസഭയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളാണ് നമ്മുടെ ഭരണസമിതി ഇങ്ങനെ ഒരു കരട് രൂപത്തിലാക്കി നമ്മുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇനിയും ഭരണസമിതി അംഗീകാരം കൊടുത്ത് അന്തിമ പദ്ധതി ആക്കാൻ പോകുന്നത്. അപ്പൊ അതില് നമ്മുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വേണ്ടതാണ്. സാധാരണ ഞാനും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ഉണ്ടായിരുന്ന ഒരു അനുഭവത്തിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടി, പുസ്തകം ഉണ്ടാക്കാൻ വേണ്ടി 10-15 മെമ്പർമാരുണ്ടായാലും അപൂർവം ആളുകൾ മാത്രമാണ് അതിന്റെ പ്ലാൻ കോർഡിനേറ്ററും 1-2 ആളുകൾക്ക് മാത്രം ഒതുങ്ങിപ്പോകും. ചിരിക്കുകയാണ്. എന്നാൽ അത് അങ്ങനെ ഒതുങ്ങിപ്പോകും. അത് സത്യമാണ്. അത് എവിടെയാണോ വെച്ചാൽ ആ സ്ഥാപനത്തിലെ ആളുകൾ 1-2 ആളുകൾ അവസാനം ഈ പദ്ധതി രേഖ കയ്യിൽ കിട്ടിയാൽ വേഗം തിരിച്ചു മറിച്ച് നോക്കും. ഞാൻ പ്രതിദാനം ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വല്ലതും കിട്ടിയിട്ടോ, അല്ലെങ്കിൽ അല്ലാത്ത ആൾ എന്റെ വീടിന്റെ വശത്ത് വല്ല റോഡും ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ തോട് പറഞ്ഞത് അല്ല, ഞാൻ ആരെങ്കില്ല, നമുക്കെല്ലാം ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ ഗ്രാമപഞ്ചായത്താണല്ലോ അതിനെ പറ്റിയ സ്ഥാപനം. അതുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ നല്ല വികസന സെമിനാർ ആയിരുന്നു. വന്നിട്ടില്ലെങ്കിലോ ഇത്തവണത്തെ വികസന സെമിനാർ വളരെ മോശമായി. കുറച്ച് ചോറും ചായയൊക്കെ തന്നു, അല്ലാതെ ഇപ്പൊ എന്താണ് ഇത്? ഇവിടെ വരുന്ന അഭിപ്രായമില്ല, പൊതുവെ വരുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ കരട് പദ്ധതി രേഖ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P പ്രീതി ഷാജു, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഹിദായത്തുള്ള, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VK സേതുമാധവൻ, PS പ്രദീപ്, M വീരചന്ദ്രൻ, VT സജീഷ്, PS പ്രദീപ്, CU അബൂബക്കർ, K ജിഷ, M ബീവാത്തുകുട്ടി എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് KK ബാബു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി EN ഹരിനാരായണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. VCV ന്യൂസ്, വരവൂർ. You are watching VCV News.